ഇതുണ്ടോ, പാലക്കെല്ലാം ഞാൻ പറിച്ച് നട്ടതായിരുന്നേ. നമ്മൾ പാകി നിർത്തിയതിനകത്തൊന്നും ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പാകി നിർത്തിയ പാത്രം. കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ ഇത്രയേ വലുതായിട്ടുള്ളൂ. കാരണം ഇതിനകത്ത് ഇങ്ങനെ തിങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്നെല്ലാം കുറച്ച് പറിച്ചിട്ട് മാറ്റി നട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നത് ആ മാറ്റി നട്ടതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. നമുക്ക് മാറ്റി നട്ടതിന് എത്ര വലുതായെന്ന് നോക്കിക്കേ. നല്ലോണം വലുതായി കണ്ടോ, നല്ല വലിപ്പം വെച്ചു കണ്ടോ. ഇതെല്ലാം നമ്മൾ പറിച്ച് നട്ട പാലക്കാണ് കണ്ടോ. ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചെത്തി എടുക്കാറായി കേട്ടോ. ഇതിപ്പോൾ നാളെ മറ്റന്നാളെ ഞാൻ എടുത്തിട്ട് കൂട്ടാൻ വയ്ക്കും. പാലക്കും പരിപ്പും കൂടെ വയ്ക്കാം, ചെറുപരിപ്പിട്ടിട്ട് വയ്ക്കാം ഇത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് തോരൻ പോലെ വയ്ക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ പാലക് പനീർ വയ്ക്കാം. ഇതൊക്കെ പറയുന്നത് ഡൽഹിയിലുള്ളവർക്ക് വേണ്ടിയല്ല കേട്ടോ, ഡൽഹിയിലുള്ളവർക്കൊക്കെ അറിയാം. എന്നാലും അറിയാതെ കേരളത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുവാണേ കണ്ടോ. പിന്നെ നമ്മുടെ പയർ നമ്മൾ അതും പറിച്ച് നട്ടു കണ്ടോ. സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു ചീരയൊക്കെ പറിച്ച് അതിൻ്റെ ഇടയ്ക്ക് വിട്ട് നട്ടിരിക്കുക കണ്ടോ. ഇതിനകത്തൊക്കെ ചീര തന്നെ കിളുത്ത് വന്നു. ചീര ഇതൊരു മത്തൻ കിളുത്ത് വരുന്നു. ഇവിടെ നമുക്ക് 2-3 പൂച്ചക്കുട്ടികളുണ്ട് കണ്ടോ. നോക്ക്, ഭയങ്കര ശല്യമായി. എല്ലാം കണ്ടോ എല്ലാം ഉരുട്ടിയിട്ടിട്ട് പോകും. ഇതുണ്ട്, ഇതിനകത്ത് പീച്ചിലൊരെണ്ണം കിളുത്ത് വരുന്നുണ്ട്. ഇത് പയർ, ചീര, തക്കാളി, ഇത് വെണ്ട എല്ലാം കിളുത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ പാകിയിട്ടുണ്ടാകും. അതൊക്കെ ഇപ്പോൾ പതുക്കെ മുളച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെയാണ് ഇത് കണ്ടോ. നമ്മുടെ തക്കാളികളെല്ലാം തക്കാളിക്ക് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് നിറച്ച്. അതൊന്ന് പഴുത്ത് കഴിഞ്ഞ് അത് തീർന്നു കഴിയുമ്പോൾ വേണം നമുക്കത് പറിച്ചിട്ട് അതിനകത്ത് വേറെ എന്തെങ്കിലും നടാം. ഇതുണ്ട് തക്കാളിയൊക്കെ കിടക്കുന്ന നോക്കി കൊലയായിട്ട് കണ്ടോ. ഇഷ്ടം പോലെ തക്കാളിക്ക. ഈ ഒരു കുഞ്ഞി ചെടിയിലാണ് ഇത്രയും തക്കാളിക്ക കിടക്കുന്നത്. നോക്കാം, ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ മത്തനെ നമ്മൾ മൂടിയിട്ടേക്കോ കേട്ടോ. ഇതിൻ്റെ അടിക്കൂടെ നിങ്ങളെ കാണിക്കാം. മത്തനെ നമ്മളങ്ങ് മൂടി കിടക്കുന്ന മത്തങ്ങ. ഇത് നമ്മുടെ മത്തങ്ങ ഒരെണ്ണേ ഉണ്ടായുള്ളൂ കേട്ടോ. 2-3 എണ്ണം ഉണ്ടായതെല്ലാം പഴുത്തു പോയി. ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ കരിവേപ്പൊക്കെ തണുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാം പൊട്ടിക്കിളുത്ത് പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നു. പിന്നെ നമ്മൾ മേടിച്ച് വെച്ച് നമ്മുടെ മാവും തേയില പൂവൊക്കെ പോയിട്ടതേ കുഞ്ഞു കണ്ണിമാങ്ങകളായി വരുന്നുണ്ട്. കണ്ണിമാങ്ങ എത്ര എണ്ണം പിടിച്ചു കിട്ടുമെന്ന് ദൈവത്തിനറിയാം. കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. പണ്ടുള്ളവർ പറഞ്ഞ പോലെ മക്കളെ കണ്ടും മാമ്പ് കണ്ടും കൊതിക്കരുതെന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ തന്നെത്താനെ കൊതിക്കും. അതാണ് എനിക്കുള്ള പ്രശ്നം. ഇതേ നമ്മുടെ കരിവേപ്പ് ഒരെണ്ണം. ഇതാണ് നമ്മുടെ മത്തൻ്റെ ചോട്. ഈ മാവിൻ്റെ ചോട്ടിലാണ് നമ്മുടെ ചിക്കു, പഴയ ചിക്കു. അതും എല്ലാം പൊട്ടി തളർത്ത് വരുന്നു. പിന്നെ ഇതേ നമ്മൾ ഇതിനകത്തൊക്കെ പാലക്ക് പറിച്ച് കേട്ടോ. കണ്ടോ, എല്ലാത്തിലും നമ്മൾ പാലക്ക് സ്ഥലമുള്ളിടത്തൊക്കെ പറിച്ച് നട്ടിരുന്നു കണ്ടോ. ഇതൊക്കെ പാലക്കാണ്. പിന്നെ നമ്മുടെ വിയറ്റ്നാമേറിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കണ്ടോ. അതിന് വേറെ പുതിയ തളിരിലയൊക്കെ വന്നു. അത് നന്നായിട്ട് വരുന്നുണ്ട്. താഴെ നിന്നൊക്കെ പൊട്ടി കണ്ടോ, തളിരിലയൊക്കെ പൊട്ടി വരുന്നു കണ്ടോ. നമ്മുടെ പ്ലാത്താങ്കര ചീര പാകിയത് നമ്മൾ കുറച്ചൊക്കെ പറിച്ച് നട്ടു. ഉള്ള സ്ഥലത്തൊക്കെ പറിച്ച് നടുവാണ്. ബാക്കി ഇനി നടണം കുറച്ചുകൂടെ. വൈകുന്നേരങ്ങളിലാണ് ഞാൻ പറിച്ച് നടുന്നത്. പിന്നെ നമ്മുടെ ഈ സൈഡിലെന്ന് പറഞ്ഞാൽ കുറേ തക്കാളിക്കകളാണ്. ഒരുപാട് തക്കാളിക്കകൾ കിടപ്പുണ്ട്. ഇലയുടെ അടിയിലൊക്കെ ആയിട്ട് മറിഞ്ഞ് കിടപ്പുണ്ട് നിറച്ച്. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ ചെടിയാണിത്. അത് പഴുത്ത് പോയി കഴിയുമ്പോൾ വേണം അതിനെ നമ്മൾ മാന്തി എടുക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ ചെടി ഇവിടെ നിൽക്കുന്നെങ്കിലും ഇതിൻ്റെ ചുവട് ഇവിടെയാണ്. ഇതിനകത്താണ് ഇതിൻ്റെ ചുവട്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇത് ഇങ്ങനെ മണ്ണ് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ ഉരുളക്കിഴങ്ങ് കിടക്കണം കണ്ടോ. അതിങ്ങനെ നമ്മൾ മൂടിയിടണം. ഇവിടെയൊക്കെ കാണും. കണ്ടോ ഉരുളക്കിഴങ്ങ്. ചെടി പഴുത്ത് പോയി കഴിയുമ്പോൾ നമ്മൾ മാന്തി എടുക്കണേ. ഇത് കണ്ടോ, വേരിനോടൊന്നും ഒരു ബന്ധമില്ലാതെ അവിടെ ഇവിടെയൊക്കെയാണ് ഉരുളക്കിഴങ്ങ് കിടക്കുന്നത്. നമ്മളിങ്ങനെ മാന്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അല്ലാതെ നമ്മളാരും ഉരുളക്കിഴങ്ങ് കൊണ്ടിടുന്നൊന്നുമല്ല. നമ്മൾ അങ്ങനെ മാന്തി എടുക്കണം. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ നോക്കാൻ. അതിൻ്റെ ചെടിയൊക്കെ ഇത് കണ്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇവിടെയൊക്കെ കാണും. അതിൻ്റെ ചെടി വളർന്നിട്ട് ഇങ്ങോട്ട് ഞാൻ വെച്ചിരിക്കുക. ഇത് കണ്ടോ. പക്ഷേ ഈ ബക്കറ്റിൽ നട്ടിരുന്നത് അത് ഏകദേശം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ചുവട്ടിൽ എത്രയുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. ഇതിലും ഉണ്ട് കണ്ടോ. കണ്ടോ ഇവിടെയൊക്കെ കാണും ഉരുളക്കിഴങ്ങ്. കണ്ടോ പൊങ്ങി വരുന്നത് കണ്ടോ. പിന്നെ നമ്മൾ കൊച്ചുള്ളി നട്ടമായിരുന്നു. കൊച്ചുള്ളി പറിക്കാറാകുന്നെന്ന് തോന്നുന്നു. പൂവായിക്കെ വന്നു. ഇനി എപ്പോഴാണ് അതിൻ്റെ സമയമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം കൊച്ചുള്ളി നട്ടത്
നമ്മൾ കൂട്ടാമ്മയ്ക്ക് അമ്മടിച്ച് കിടന്ന് കിളുത്തപ്പോൾ കൊണ്ട് നട്ടതായിരുന്നു. അത് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുന്തിരി എല്ലാം തളിർത്ത് നല്ല കുട്ടപ്പന്മാരായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം മുന്തിരിയിൽ പൂക്കളും കായും കുറവാണ്. എല്ലാം തളിർത്ത് വന്നെങ്കിലും പൂക്കളൊക്കെ കുറവായിട്ടാണ് വരുന്നത്. കണ്ടോ, എല്ലാം നല്ലോണം തളിർത്ത് വന്നു. കണ്ടോ, പക്ഷേ പൂക്കൾ തീരെ കുറവാണ്. ഇത് കണ്ടോ, 1-2 കൊലയൊക്കെ ഇത് ഇവിടെ ആയി വരുന്നുണ്ട്. കണ്ടോ, കുറവാന്നാലും. പിന്നെ ഈ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നമ്മുടെ ബന്ദി നമ്മൾ മാല ഭഗവാനിട്ടിട്ട് ഇവിടെ കൊണ്ട് വെച്ചതാണ്. അതിനകത്തുനിന്ന് കിളുത്ത് വന്ന തന്നെ കിളുത്ത് വന്നതാണ്. പിന്നെ നമുക്ക് താഴെ ഒരു നന്ദ്യാർവട്ടം ഉണ്ടായിരുന്നേ, അത് താഴെയായിരുന്നു. അപ്പോൾ അത് മുട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം മുട്ടിട്ടിട്ട് വെയിൽ കൊള്ളാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതെല്ലാം അടന്നു പോയി. അപ്പം ഞാനോടത്ത് അതിനെടുത്ത് മുകളിൽ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചത്. കണ്ടോ, അതൊക്കെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് നന്ദ്യാർവട്ടം. പിന്നെ നമ്മുടെ റോസയൊക്കെ ഇങ്ങനെ പൂവൊക്കെ അതേ ചുമലയുടെ എല്ലാം പൊഴിഞ്ഞു പോകാറായിട്ട് നിൽക്കുന്നു. വെള്ള നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, 2 കൊലപ്പൂവുണ്ട് വെള്ളയിൽ. ഇനിയിപ്പോൾ ഈ പൂ തീർന്നു പുറകെ നമ്മളിതെല്ലാം കട്ട് ചെയ്തിട്ട് വളം കൊടുക്കും. അപ്പോൾ ശരിയോ. പിന്നെ നമ്മുടെ അരളി പൂത്ത് നിൽക്കുന്നത് ഇതൊക്കെ ഒരുപാട് ഷോർട്സിലൊക്കെ വന്ന കാരണം എപ്പോഴും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ. നമ്മുടെ ഇതില്ലേ ചെങ്കതലി, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെങ്കതലി കുഞ്ഞിലേ തൊട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ വളർന്ന് ഏതായാലും ഡ്രമ്മിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് വാഴ. കണ്ടോ, അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് കാണുമ്പോഴത്തേക്ക്. പിന്നെ നമുക്ക് നമ്മുടെ മുരിങ്ങ ഇതാണ്. നമ്മുടെ മുരിങ്ങ എല്ലാം പൂത്തിട്ട് ഈ കായെല്ലാം ആയി വരുന്നുണ്ട്. മുരിങ്ങയൊക്കെ കിടക്കുന്നുണ്ട്, നിറച്ച മുരിങ്ങയൊക്കെ. പിന്നെ ഇതെല്ലാം നമ്മുടെ തുളസി സൈഡിൽ ഇരിക്കുന്നു. തുളസികളെല്ലാം ഞാൻ ഇത് ഈ പൂവ് നുള്ളാതെ വെച്ചിരിക്കുക. കാരണം അതൊന്നും കൂടെ മൂത്തിട്ട് അതിനെല്ലാം എടുത്തിട്ട് എനിക്ക് പാകണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഞാനിങ്ങനെ തുളസിക്ക് പൂവരാൻ സമ്മതിക്കുകയില്ലാത്തതാണ്. അപ്പം നമ്മളങ്ങനെ അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുക. പിന്നെ അത് ഇവിടെ എന്ന് പറഞ്ഞാൽ ചീര, നമ്മൾ പ്ലാത്താങ്കര ചീര പറിച്ച് നട്ടത്. ഇത് നമ്മുടെ വെള്ളക്കാന്താരി പറിച്ച് നട്ടത്. ഇത് പയർ ആയി വരുന്നു. പയർ കണ്ടോ, ഇതെല്ലാം പയർ. ഇത് പ്ലാത്താങ്കര ചീര ഇതിനകത്തായിരുന്നു പാകിയത്. കണ്ടോ, ഇനി കുറച്ച് പറിച്ച് നടാനുണ്ട്. മണ്ണൊരുക്കിയിട്ട് വേണം എനിക്കിനി പറിച്ച് നടാൻ. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഓറഞ്ചിൻ്റെ തൈയായിരുന്നു. ഇത് കീനുവിൻ്റെ തൈയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ചൊക്കെ പ്ലാത്താങ്കര ചീര പറിച്ച് നട്ടു. സ്ഥലം വേണ്ടയല്ല. ഇനിയിപ്പോൾ തക്കാളി എല്ലാം പോയി കഴിയുമ്പോൾ കുറച്ച് ബാഗൊക്കെ കാലിയാവും. അപ്പോൾ അതിനകത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ നടാൻ പറ്റും. കണ്ടോ, അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. പിന്നെ ഇത് കണ്ടോ, തുളസിയുടെ കൂടെ ഒരു ചീര തന്നെ കിളുത്ത് വരുന്നു. കണ്ടോ, ഇവിടെ ഒരു മുന്തിരിയുടെ തയ്യും കിളുത്ത് വരുന്നു. കണ്ടോ, ഒരു ചീര നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചീരയാണ്. ചീരത്തൈയാണ് ഇത്. അത് വലുതായി. അതിപ്പോൾ നാളെ പാലക്കിൻ്റെ കൊടുത്ത് ഞാൻ ചെത്തിയെടുക്കും. ഇത് നമ്മുടെ പവിഴമല്ലി എല്ലാം പൊട്ടിക്കിളുത്ത് ഭംഗിയായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു കാര്യം കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാഴയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ ഇതില്ലേ, ഇത് നമ്മുടെ ഇതാണ് ചോളമായി കാണുന്നത്. കണ്ടോ, ഈ ചോളം ഉണ്ടല്ലോ, ഞാൻ നട്ടതൊന്നുമല്ല ഈ ചോളം നമ്മൾ തത്തമാരുടെ കൂട് വൃത്തിയാക്കുമ്പോൾ അതിനകത്ത് അതെല്ലാം കൂടെ അവർക്ക് തിന്നാൻ കൊടുക്കുന്ന വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഞാൻ ഇതിനകത്ത് ഇടുവേ, വളമായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിനകത്ത് കിടന്ന് കിളുത്ത ചോളമാണ്. കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഒരു 3-4 ചോട് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് 1-2 ഞാൻ പറിച്ചിട്ട് മാറ്റി നട്ടായിരുന്നു. ഇത് നമ്മുടെ ഉള്ളിയാണ്. ഇതിൽ നിന്ന് 1-2 ചോടി ഞാൻ ചോളം പറിച്ച് മാറ്റി നട്ടായിരുന്നു. നമ്മുടെ പ്ലാവിൻ്റെ കൂട്ടത്തിൽ ഇത് ഒരെണ്ണം ഇവിടെ നട്ടിട്ടുണ്ട്. പിന്നെ 1-2 ഇതിനകത്ത് നട്ടിട്ടുണ്ട്. കണ്ടോ, ചോളം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ.